Adobe Illustrator പറ്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന വീഡിയോ സീരീസിൻ്റെ ഒരു എപ്പിസോഡാണിത്. അപ്പോൾ ഇതിൽ വരുന്ന വീഡിയോസും ഇതിൽ വന്നിട്ടുള്ള വീഡിയോസും എല്ലാം ആഡ് ചെയ്ത് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിലോട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് ഇവിടെ മുകളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് ആയിട്ടും കൊടുക്കാം. അതിൽ പോയി കഴിഞ്ഞാൽ ഈ സീരീസിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇലിസ്ട്രേറ്റർ ഓപ്പൺ ചെയ്ത് അതിൽ ഇൻ്റർഫേസിൽ നമുക്ക് അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. നമുക്ക് ഇലിസ്ട്രേറ്ററിൽ ഓരോന്നായിട്ട് പഠിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇൻ്റർഫേസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. എല്ലാ കാര്യങ്ങളിലോട്ടും പോകുന്നില്ല. നമ്മൾ തുടങ്ങാനായിട്ട് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഓരോ ടൂൾസ് ഉപയോഗിക്കുന്ന സമയത്ത് ഓരോന്നായിട്ട് പറയാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇലിസ്ട്രേറ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 2021 വെർഷനാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആവശ്യം എന്താണോ അത് വരയ്ക്കാനായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആർട്ട് ബോർഡ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ നമുക്കിതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഞാനിപ്പം ജസ്റ്റ് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ക്രിയേറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ആവും. അതിനിപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ നമ്മൾ വിഡ്ത്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്, ഹൈറ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതേപോലെ തന്നെ അത് പിക്സലിലാണോ കൊടുക്കുന്നത്, പോയിൻറ്റിലാണോ, അതേപോലെ ഇഞ്ചസിലാണോ, ഫീറ്റാണോ, എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതേതാണ് വേണ്ടത് എന്നുള്ളത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ലാൻഡ്സ്കേപ്പ് വേണോ അതോ പോർട്രേറ്റ് മോഡ് വേണോ എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഞാൻ ലാൻഡ്സ്കേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീതിയായിരിക്കും കൂടുതൽ, പോർട്രേറ്റ് ആണെങ്കിൽ ഹൈറ്റ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഇപ്പോൾ ഹൈറ്റ് 1920 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാനിത് ഇപ്പോൾ ഹൈറ്റാണ് കൂടുതലായിട്ട് കിടക്കുന്നത്. ഞാനിപ്പോൾ ഇത് ലാൻഡ്സ്കേപ്പിലോട്ട് മാറ്റുകയാണെങ്കിൽ ഇത് മുകളിൽ പോയതായിട്ട് കാണാൻ പറ്റും, വിഡ്ത്തായി കൂടിയത്. ഇത്രയും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇതൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യുക, അതിനുശേഷം ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആർട്ട് ബോർഡ് ക്രിയേറ്റ് ആയി വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ഈ കാണുന്ന വൈറ്റ് പോർഷനാണ് ആർട്ട് ബോർഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് പുതിയൊരു ആർട്ട് ബോർഡ് അല്ലെങ്കിൽ പുതിയൊരു ഫയൽ ഡോക്യുമെൻ്റായിട്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയൽ ന്യൂ കൊടുത്തതിന് ശേഷം നേരത്തെ കൊടുത്ത പോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ഫയലായിട്ട് അല്ലെങ്കിൽ ഒരു വിൻഡോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് ഇത് ഓപ്പൺ ആയി വരും. നമുക്ക് പഴയതിലോട്ട് പോകണമെങ്കിൽ നമുക്കതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും. എത്ര ഓപ്പൺ ചെയ്യുന്നു അതെല്ലാം ഇവിടെ നിരത്തി വരും. ഇനി ഈ എൻ്റെ ഇലിസ്ട്രേറ്ററിൽ കാണുന്ന അതേ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് ഉറപ്പ് വരുത്താനായിട്ട് വിൻഡോസിൽ പോയതിന് ശേഷം വർക്ക് സ്പേസ് ക്ലിക്ക് ചെയ്തിട്ട് എസെൻഷ്യൽ ക്ലാസിക്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ വിൻഡോസിൽ പോയിട്ട് വർക്ക് സ്പേസിൽ പോയിട്ട് റീസെറ്റ് എസെൻഷ്യൽ ക്ലാസിക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ ഒരു ഇൻ്റർഫേസ്, ഇപ്പം ഞാൻ കാണുന്ന അതേ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ലെഫ്റ്റിൽ കാണുന്നതാണ് ടൂൾ ബോക്സ്. ടൂൾ ബോക്സ് ചിലപ്പോൾ നിങ്ങൾ റീസെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. ഇങ്ങനെ കിടന്നാലും കുഴപ്പമില്ല, എല്ലാം ഇങ്ങനെ നീളത്തിൽ ലിസ്റ്റ് ചെയ്തിരിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 കോളമായിട്ടായിരിക്കും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് 1-2 ടൂൾസ് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ടൂളുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു ഷേപ്പായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ക്ലിക്ക് റിലീസ് ചെയ്യുമ്പം അവിടെ ആ ഒരു ഷേപ്പ് വരും. ഇപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പാണ് വന്നിട്ടുള്ളത്. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡിൽ ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ക്വയർ നമുക്ക് കിട്ടും. ഇത് തുടക്കത്തിന് വേണ്ടി നമ്മൾ കുറച്ച് ടൂൾസ് മാത്രം ഒന്ന് പരിചയപ്പെടുന്നതാണ്. ഇനി ഇവിടെ കാണുന്ന ഈ ഒരു ബ്ലാക്ക് കളർ ഒരു ആരോ പോലത്തെ ഒരു ഐക്കൺ ഉണ്ട്. ഇതാണ് സെലക്ഷൻ ടൂള്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ള ഏതൊരു ഒബ്ജക്റ്റേയും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഈ ഒബ്ജക്റ്റ് മൊത്തത്തിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടൂൾ വെച്ചിട്ട്, സെലക്ഷൻ ടൂൾ വെച്ചിട്ട്. ഇവിടെ ഒരു ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ഏത് വേണോ ക്ലിക്ക് ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്യുകയാണ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഓരോ പോയിൻ്റായിട്ട് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. അതേപോലെ ഇവിടെ ഏതൊരു പോയിൻ്റ് നമുക്കങ്ങനെ മാറ്റാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് മൊത്തത്തിൽ ഡ്രാഗ് ചെയ്തൊരു ബോക്സ് വരച്ചാൽ ആ ബോക്സിനുള്ളിൽ വരുന്ന എല്ലാം കൂടെ സെലക്ട് ആവും. ഇതിന് നമ്മൾ ഒബ്ജക്റ്റ് ഗ്രൂപ്പ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒറ്റ ഗ്രൂപ്പായിട്ട് മാറും. ഇനി നമ്മൾ സെലക്ഷൻ ടൂൾ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇതിനിപ്പോൾ ഓരോന്നായിട്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം
അതിൻ്റെ ഉള്ളിൽ കയറും. അതായത് നമുക്കിവിടെ കാണാൻ പറ്റും ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിനുശേഷം നമുക്കിതിലുള്ളത് മാറ്റാനായിട്ട് പറ്റും. ചില സമയം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ഡബിൾ ക്ലിക്കായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വേറെ ഈ ഗ്രൂപ്പിന് പുറത്തുള്ള സാധനങ്ങളൊന്നും മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഈ ഗ്രൂപ്പിന് പുറത്ത് ഞാൻ ഇവിടെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സെലക്ഷൻ ടൂൾ എടുത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊന്നും ഫെയ്ഡായി. നമുക്കപ്പോൾ ഇതൊന്നും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ നിന്ന് പുറത്തിറങ്ങും. ഇത് പോകുന്നത് വരെ പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്കിത് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഗ്രൂപ്പായിട്ട് തന്നെ ഇരിക്കും. ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അകത്ത് കയറി മാറ്റം വരുത്താം. ഇനി നമുക്കിതിൽ സൂം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സൂം ചെയ്യാനായിട്ട് സിമ്പിളാണ്. നമുക്ക് ഓൾട്ട് കമ്പ്യൂട്ടറിലെ കീബോർഡിൽ പ്രസ് ചെയ്തതിന് ശേഷം, ഇല്ലെങ്കിൽ മാക്കിലാണെങ്കിൽ ഓപ്ഷൻ പ്രസ് ചെയ്തതിന് ശേഷം സ്ക്രോൾ ചെയ്താൽ മതി. ബാക്കിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സൂം ഔട്ട് ആവുകയും മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സൂം ഇൻ ആവുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു സൂം ചെയ്യാനുള്ളൊരു ഐക്കണുണ്ട്, അതേപോലെ ഒരു ടൂളുണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അത് വന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഇൻ ആവും. ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ മാക്കിൽ ഓപ്ഷൻ പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഐക്കൺ മൈനസ് ആയത് കാണാം. അതേപോലെ സൂം ഔട്ട് ആവുന്നതും കാണാൻ പറ്റും. വെറുതെ ക്ലിക്ക് ചെയ്താൽ സൂം ഇന്നും, ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ സൂം ഔട്ടും. പിന്നെ ഇതിൽ തന്നെ നമുക്ക് റൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഇന്നും, ലെഫ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഔട്ടും. അതേപോലെ തന്നെ കൺട്രോൾ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ സൂം ഇൻ ആവും, കൺട്രോൾ മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ സൂം ഔട്ട് ആവും. ജസ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഓൾട്ട് പ്രസ് ചെയ്തതിന് ശേഷം സ്ക്രോൾ അപ്പും സ്ക്രോൾ ഡൗണും ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു ഓപ്ഷനും കൂടെ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ ഇത് ഗ്രൂപ്പ് ചെയ്തല്ലോ, അതിനെ നമ്മൾ സെലക്ഷൻ ടൂൾ എടുത്ത് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇതിനെ ഗ്രൂപ്പ് മാറ്റണം. അൺഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ വീണ്ടും ഒബ്ജക്റ്റിൽ പോയതിന് ശേഷം അൺഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓരോന്നായിട്ട് അല്ലാതെ മാറ്റാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിനെ മൂവ് ചെയ്യണം. ഈ ആർട്ട് ബോർഡിനെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യണം. അതായത് നമ്മൾ വ്യൂ ഒന്ന് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് സ്പേസ് ബാർ പ്രസ് ചെയ്യുക. സ്പേസ് ബാർ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു കൈയുടെ ഷേപ്പ് അവിടെ വന്നത് കാണാൻ പറ്റും. ഇനി ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് മൂവ് ആവും. എങ്ങോട്ടാണോ ഡ്രാഗ് ചെയ്യുന്നത് അങ്ങോട്ട് ഈ ഒരു ആർട്ട് ബോർഡ് അല്ലെങ്കിൽ അതിൻ്റെ നമ്മളൊരു വ്യൂ മൂവ് ആവും. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. സ്പേസ് ബാർ പ്രസ് ചെയ്തുകൊണ്ട് വേണം അത് ചെയ്യാൻ. സ്പേസ് ബാർ പ്രസ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ വേറൊരു ഐക്കൺ കാണാം, ഒരു ടൂള് കാണാം. ആർട്ട് ബോർഡ് ടൂൾ എന്നാണ് അതിൻ്റെ പേര്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആർട്ട് ബോർഡുകളെല്ലാം നമുക്ക് മാനേജ് ചെയ്യാനാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ഡോക്യുമെൻ്റാണ്. അപ്പം ഇതിൽ ഒന്നിൽ കൂടുതൽ ആർട്ട് ബോർഡുകൾ നമുക്ക് വരയ്ക്കാം. ഇതൊരു ആർട്ട് ബോർഡാണ്. ഇനി ഒരു ആർട്ട് ബോർഡ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വരയ്ക്കാനായിട്ട് പറ്റും. ഇത് രണ്ടും നമുക്ക് രണ്ടായിട്ട് സേവ് ചെയ്തെടുക്കാനായിട്ടും പറ്റും. ഒറ്റ ഫയലിൽ തന്നെ ഇതിപ്പം ഈ ഡോക്യുമെൻറ്റിൽ നിൽക്കും. ഇതിന് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ രണ്ടായിട്ട് എടുക്കാനും പറ്റും. നമ്മളിപ്പോൾ ഒരേ ഡിസൈനിൽ ഒരേ ഇതിൽ വരുന്ന പല ഡിസൈനുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ആർട്ട് ബോർഡിൻ്റെ സൈസ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വിഡ്ത്ത്, ഹൈറ്റ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഞാനിപ്പോൾ 600 കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് മാറും. അതേപോലെ നമുക്ക് ഇവിടെയും ആ ഒരു ഓപ്ഷനുണ്ട്. നമ്മൾ ആദ്യം റീസെറ്റ് ചെയ്തതുകൊണ്ട് എസെൻഷ്യൽ ക്ലാസിക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്. എസെൻഷ്യൽ ക്ലാസിക് അല്ല കൊടുത്തിട്ടുള്ളെങ്കിൽ ഇവിടെ മാത്രമേ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. നമുക്കിതിൽ സൈസ് വേണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിലും സൈസ് ഇവിടെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോന്ന് ഉപയോഗിക്കുന്ന സമയത്ത് പഠിക്കും. അതാണ് നമുക്ക് കൂടുതൽ എളുപ്പം. നമ്മളത് പ്രാക്ടീസ് ചെയ്ത് അസൈൻമെൻറ്റ്സിലൂടെ നല്ല രീതിയിൽ പഠിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇല്ലുസ്ട്രേറ്റർ പഠിച്ചു തുടങ്ങാനായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് ഫസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ പഠിച്ച് പോകും. ഇനി ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് ഫ്യൂച്ചറിൽ നമ്മൾ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു സെഷൻ ഉണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്ഡേറ്റ് എന്ന് പറയുന്ന സെഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ കൊടുക്കും. അഥവാ ഇനി അപ്ഡേറ്റ് ഒന്നും ഇല്ലെങ്കിൽ നോ അപ്ഡേറ്റ്സ് എന്നായിരിക്കും അവിടെ കിടക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.